ഒരേ സമയം ഒരുപോലെ രണ്ടുപേർക്ക് തോന്നുന്നു സാർ. അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും അല്ലേ? താങ്ക് ഗോഡ് ശിവ, നിന്നെ കണ്ടത് നന്നായി. ഇന്നലെ രാത്രി മുതൽ എവിടെ ഇരിക്കുക, ഒറ്റ മനുഷ്യരെ പോലും കണ്ടില്ല. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവോ? നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. 2000, 3000, നിന്റെ ഫേവറേറ്റ് റൗണ്ട് ഫിഗർ 5000. ഓ ഐ എം സോറി, ഐ എം സുഭാഷിനി. ഡാഡ്, സുഭാഷിനി രാജസ്ഥാനിൽ വെച്ച് മിസ്സായി പോയി ഡാഡ്. ഒരു അബദ്ധം പറ്റി. ഐ എം സോറി ഡാഡ്. എന്നെ വിശ്വസിച്ച് കൂടെ വന്ന നീ അറിയാതെ രക്ഷപ്പെട്ട് കളഞ്ഞോ? നീ എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചിട്ടുണ്ടാവും. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഞാൻ അവളുടെ തന്റെ തമ്മിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. നീ നശിപ്പിച്ചത്. അവിടെ എത്തിയിട്ടില്ലെന്നോ? ആ ശരി ശരി. ഹലോ. സർ, ഐ ആം എക്സ്ട്രീംലി സോറി. എന്റെ മകനൊരു തെറ്റ് പറ്റി. അടുത്ത 24 hours നിങ്ങളുടെ മകളെ വീട്ടിലുണ്ടാവും. ഓക്കെ, ഫോർഗെറ്റ് ഇറ്റ്. ഡേയ്, ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. യൂസ്ലെസ് ഫെലോസ്. ഒരു വിഷനുമില്ല, പ്ലാനിങ്ങും ഇല്ല. ഇഡിയറ്റ്സ്. സാറതെ അങ്ങോട്ട് നോക്കി, അവിടെ വെള്ളം ഉണ്ടെന്നാ തോന്നുന്നു. അത് വെള്ളമല്ലടാ, മരീചിക. വെള്ളമായിട്ട് തോന്നും നമുക്ക്. ഇതൊക്കെ വെറും ഭ്രമമാണല്ലേ സാർ? ഹ്യൂമൻ മൈൻഡ് ഈസ് വെരി ഫാസിനേറ്റിംഗ്. നീ വന്നിട്ട് ഒരു ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ വെയില് പോലും വെള്ളമായിട്ട് തോന്നുന്നത്. ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയല്ലേ. സാക്ഷാൽ സുഭാഷിണി നടന്നു വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നേ. ശിവ, പക്ഷെ എനിക്ക് ഓടി വരുന്നത് പോലെയാ തോന്നുന്നത്. അതെടാ, എനിക്കും അതുപോലെ തോന്നുന്നേ. ഒരേ സമയം ഒരുപോലെ രണ്ടുപേർക്ക് തോന്നുന്നു സാർ. അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും അല്ലേ? താങ്ക് ഗോഡ് ശിവ, നിന്നെ കണ്ടത് നന്നായി. ഇന്നലെ രാത്രി മുതൽ എവിടെ ഇരിക്കുക, ഒറ്റ മനുഷ്യരെ പോലും കണ്ടില്ല. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവോ? നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. 2000, 3000, നിന്റെ ഫേവറേറ്റ് റൗണ്ട് ഫിഗർ 5000. ഓ ഐ എം സോറി, ഐ എം സുഭാഷിനി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് പങ്കജാക്ഷൻ. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. എവിടെ നിങ്ങളുടെ വീട്? വിജയവാഡ. അല്ല, കുട്ടി എങ്ങനെ എത്തി? ദാറ്റ്സ് എ ലോങ് സ്റ്റോറി. എന്നെ ഒരുത്ത ഹെലികോപ്റ്ററിൽ കൂട്ടിക്കൊണ്ടുവന്നു. എനിക്ക് സംശയം തോന്നിയപ്പോ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതാ. ഇവിടെ വന്നപ്പോ ഒരു ടാക്സി ഇല്ല, ഒരു ഓട്ടോ ഇല്ല. എന്തൊരു നശിച്ച സ്ഥലോ ഇത്. യുനോ, രാത്രിയിലെ ഇത്രയും വലിയ കൊതുകൾ വന്ന് എന്റെ കൈ കടിച്ച് നാശമാക്കി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ആന്ധ്ര ടൗണിൽ നിന്ന് ഒരു 30-40 കിലോമീറ്റർ ദൂരെ ആയിരിക്കും അല്ലേ? ശിവ, എനിക്ക് നന്നായിട്ടൊന്ന് കുളിച്ചാ കൊള്ളാന്നുണ്ട്. ബൈ ദ വേ, നിന്റെ ടാക്സി എവിടെയാ പാർക്ക് ചെയ്തിരിക്കുന്നത്? നമ്മൾ അന്ന് കണ്ടതിന് ശേഷം ഒരു വലിയ സംഭവം നടന്നു. അതത്ര ചെറിയ സംഭവമൊന്നുമല്ല, ഒരു 1.5 സംഭവം. നീ അന്ന് കാശ് തന്നു പോയപ്പോ എന്റെ കഷ്ടകാലം തീർന്നെന്നാ വിചാരിച്ചേ. ഞാനിങ്ങനെ ഓട്ടത്തിന് വേണ്ടി നിൽക്കുമ്പോ 2 കുരിശുകൾ എന്റെ കാറിൽ കയറി. അവരെ ഞാൻ ഓഫീസിൽ എത്തിച്ചു. അവർ ഓഫീസിലേക്ക് കയറി ചെന്നപ്പോ ആരോ ഒരുത്തം വെടിവെച്ചു. ഒരാൾ അപ്പൊ തന്നെ മേലേക്ക് പോയി. രണ്ടാമത്തിനുണ്ടല്ലോ, ഒന്നും പറയണ്ട മോളെ, അതാ ഹൈലൈറ്റ്. ഒരു ഗംഭീര സീനായിരുന്നു അത്. അവൻ വെടികൊള്ളാതിരിക്കാൻ ചില്ലും തകർത്ത് ഓടി വീണത് എന്റെ കാറിന്റെ പുറത്ത്. കാറ് നേരെ ഭൂമിക്കടി പോയിന്ന് പറഞ്ഞാ പോരെ. അതുകൊണ്ട് ഇനി ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഷോറൂമിൽ പോയി അതുപോലൊരു കാറ് കണ്ടുപിടിച്ച് വാങ്ങിച്ചോണ്ട് പോകാൻ വന്നതാ ഞാൻ. അപ്പൊ നീ എന്താ പറഞ്ഞ, എന്റെ ടാക്സി വേണോന്നല്ലേ? ഇവിടെ നിനക്ക് ടാക്സി റെഡി, ഒട്ടാൻ കിട്ടും. അതും കിട്ടിയില്ലെങ്കിൽ എന്റെ പുറത്തേക്ക് കയറിക്കോ, ഞാൻ നിന്നെ കൊണ്ട് ഇങ്ങനെ എഴുന്നള്ളി പോകാം. നാട്ടിൽ നിന്ന് 30-40 കിലോമീറ്റർ ഉള്ളു ഇവിടേക്ക്. എടി, കണ്ണു തുറന്ന് നോക്കടി മര്യാദക്ക്. പാകിസ്ഥാന്റെ ബോർഡറിലാണ് നമ്മൾ നിൽക്കുന്നത്.